കുറേയധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇറങ്ങിയിട്ടുണ്ട്. തലങ്ങും വിലങ്ങും ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളെ അങ്ങോട്ട് പ്രചോദിപ്പിക്കുകയാണ് ഈ മച്ചാന്മാരുടെയും മച്ചാത്തികളുടെയും ജോലി. ഒരു വശത്ത് കുറേ ആളുകൾ ഈ ഇല്ലാത്ത പ്രോഡക്റ്റുകളുടെ പരസ്യം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നു. ആളുകളെ കൊണ്ട് കുഴിയിൽ ചാടിച്ച് ഓൺലൈൻ ഗെയിമിങ്ങും ഓൺലൈൻ ലോട്ടറിയും ഒക്കെ എടുപ്പിച്ച് നാശകോട്ടയാക്കുന്നു. മറുവശത്ത് കുറേ ആളുകൾ തൊപ്പി വെച്ച് നടന്ന ആളുകളും തൊപ്പി വയ്ക്കാത്ത ആളുകളും ഒക്കെ ചേർന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് യുവതികളൊക്കെ ഒരു വഴിക്കായി. ഇപ്പോൾ ഒരു 14-കാരി ഒരു വഴിക്കായ കഥയാണ് പുറത്തു വരുന്നത്. ആ ഇൻഫ്ലുവൻസറിൻ്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. ഷാലു കിങ്. ഇയാളങ്ങ് വിദേശത്ത് നിന്ന് പഠിക്കുന്ന ഒരു 14-കാരി പെൺകുട്ടിക്ക് ഇവനോട് ഭയങ്കര ആരാധന. ഇമാതിരി ആരാധനയൊക്കെ മൂത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഇയാൾ തന്നെ പറയുകയാണ്. ഇയാൾ പറയുന്നത് എന്താണ്? ഇയാളുടെ പേര് ഞാൻ പറഞ്ഞു, ഷാലു കിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഈ കിങ്ങിനെയൊക്കെ അറിയാം. കിങ്ങും ക്യൂനും ഒക്കെ കുറേ പേരുണ്ട്. ഇങ്ങനെ നാട് മുടിക്കാനും കട്ടുമുടിക്കാനും തിന്നു മുടിക്കാനും നടക്കുന്ന ഒരു സംഘം ആളുകൾ. ഇയാൾ ചെയ്തത് എന്താണ്? ഇയാളോടൊരു 14-കാരിക്ക് ഒരു ആരാധന തോന്നുന്നു. പലപ്പോഴും അങ്ങനെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ട് അങ്ങനെയുള്ള ആരാധനയൊക്കെ പെൺകുട്ടികൾക്ക് തോന്നിയെന്നിരിക്കാം, ആൺകുട്ടികൾക്കും തോന്നാം. ഈ പെൺകുട്ടിക്ക് ആരാധന തോന്നി, ആരാധന മൂത്തു. ഇയാൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടിയെ അങ്ങ് കയറി പീഡിപ്പിച്ച് കളഞ്ഞു, ലൈംഗികമായി പീഡിപ്പിച്ചു. അപ്പോൾ രക്ഷിതാക്കൾ ഒരു തവണ കൊയിലാണ്ടിയിലാണ്. രക്ഷിതാക്കൾ ഒരു തവണ ഇയാളോട് താക്കീത് ചെയ്തു, മകളെ ഇങ്ങനെയൊന്നും ഉപദ്രവിക്കരുത്, മകളോടുള്ള സൗഹൃദം നിർത്തണമെന്നൊക്കെ പറഞ്ഞു. ഇയാൾ കേട്ടില്ല. രക്ഷിതാക്കൾ അതിൽ കലിപൂണ്ടാണ് കൊയിലാണ്ടി പോലീസിൽ പരാതി കൊടുത്തത്. പോലീസും ആദ്യം വിളിച്ച് താക്കീതൊക്കെ ചെയ്തു. എന്നിട്ട് പോലീസുകാർ അതീവ രഹസ്യമായ ഒരു കാര്യം, ഒരു ലുക്കൌട്ട് നോട്ടീസ് അങ്ങ് പുറപ്പെടുവിച്ചു. മാധ്യമങ്ങൾക്കോ സോഷ്യൽ മീഡിയയിലൊന്നും ഈ സംഭവം പങ്കുവച്ചില്ല. ഉന്നത അധികാരികളും റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ ലുക്കൌട്ട് നോട്ടീസ് എത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഷാലു കിങ് ബംഗളൂരിൽ വന്ന് വിമാനം ഇറങ്ങിയപ്പോൾ പോലീസ് തൂക്കി അകത്തിട്ടത്. അപ്പോൾ കിങ് പറയുകയാണ്, ഞാനാണ് ആ 14-കാരിയുടെ അപ്പനമ്മമാരോട് വിളിച്ചു പറഞ്ഞത് പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ക്രൈസ് ഉണ്ടെന്ന്. ക്രൈസ് ഉണ്ട്, ആ ക്രൈസ് ശരിയായ രീതിയിലല്ല എന്ന് വിളിച്ചു പറഞ്ഞത് ഞാനാണ് എന്ന് ഇയാൾ പറയുന്നു. പിന്നീടും ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന്. ഇങ്ങനെയൊക്കെ ആയിപ്പോക്കാൻ ഇയാൾക്ക് ബോധമില്ലേ? 14-കാരിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചതും പോരാ, വിളിച്ച് പീഡിപ്പിച്ചതും പോരാ, ഇപ്പോൾ ന്യായീകരണം പറയുകയാണ്. ഇമാതിരി ഇൻഫ്ലുവൻസർമാരെ വളർത്തുന്നതാരാണ്? ഈ 14-കാരിയെ പോലുള്ള ആളുകൾ ആരാധികന്മാരും തന്നെയാണ്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, വ്ളോഗർമാർ കുറേ പേരുണ്ടായിരുന്നു. അത് കുറേ പേരുടെ അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോയി. ഇൻസ്റ്റഗ്രാമിൽ കുറേ വ്ളോഗർമാരുണ്ട്. ഇൻസ്റ്റാ ചേട്ടന്മാരും ചേച്ചിമാരും. അവരൊക്കെ എന്താണ് പറയുന്നത്? നോക്കൂ, ഞാനിതാ വളരെ ഈസിയായി പണം ഉണ്ടാക്കി, എൻ്റെ വാലറ്റ് നിറയെ പണമാണ്, ഇതെങ്ങനെ എനിക്ക് കിട്ടി? ഞാനിതാ ഈ ബട്ടണിൽ അമർത്തിയപ്പോൾ കിട്ടി, എന്നിട്ട് ആ ബട്ടണിൽ അമർത്തു, കുറച്ച് കാശ് വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ആളുകളെ, വീഡിയോ കാണുന്ന ആളുകളോട് പറയും, നിങ്ങൾ ഈ ഗെയിം കളിച്ചാൽ നിങ്ങൾക്കും എന്നെപ്പോലെ കാശുകാരിയാകാം, പണക്കാരിയാകാം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് നെക്ലസ് വാങ്ങിക്കൊടുത്തു, ഇങ്ങനെ കാശുണ്ടാക്കി. ഉടനെ ഇവിടെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരൻ, ഏക്കും പോക്കും അറിയാത്തവനും മൊബൈൽ ഫോൺ എടുത്തു വെച്ച് അന്ത ഗെയിമിൽ കുത്തി നോക്കും. പോയില്ലേ? കീശയിലിരിക്കുന്ന കാശ് നേരെ മറ്റവൻ വസൂലാക്കും. അങ്ങനെ കുറേ ആകുമ്പോൾ, പൈസ കുറേ പോയി കഴിയുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ടം കൊണ്ട് തൂങ്ങിയ ഒരു ചാവലാണ്. ചത്തിട്ട് പറയും, എന്താണ്? സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ഈ മരണമെന്ന്. എന്താണ്? ഈ ഇൻഫ്ലുവൻസർമാരാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പാവങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിക്കുന്നത്, കയർക്കുരുക്കിൽ അകപ്പെടുത്തുന്നത്. ഇവരെയൊക്കെ അഴി എണ്ണിക്കുക എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഉത്തമ ദൗത്യമാണ്. ഏതായാലും ഷാലു കിങ് അകത്തായി, അതും 14-കാരിയെ പീഡിപ്പിച്ച കുറ്റത്തിനാണ്. പോക്സോ ഒക്കെ ചുമത്തി ഈ ഇൻഫ്ലുവൻസർ അണ്ണൻ ജയിലിൽ ഇൻഫ്ലുവൻസ് ചൊലുത്താനാണ് സാധ്യത. ഇനി ഏതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇമാതിരിയുള്ള ഇൻഫ്ലുവൻസർമാരുടെ പുറകെ പോണ ആളുകളും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും.